നുസ്രത് ജഹാനിലേക്ക് പോവുകയാണ്. നുസ്രത് ജഹാൻ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സംഗതിയാണ്, ഇത് അവിടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. കാരണം അവിടെ ഈ കലാപകാരികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ ചില ശ്രമങ്ങൾ ബോധപൂർവമായി കുറേ നാളുകളായി നടന്നു വരികയാണ്. ആ ഒരു ഘടത്തിൽപ്പെടുത്താമോ ഇപ്പോൾ നമുക്ക് മുർഷിദാബാദിൽ നടക്കുന്ന സംഭവങ്ങളുടെ മൊത്തത്തിലുള്ള രീതി നോക്കുമ്പോൾ? അതെ, മുർഷിദാബാദിൽ ഇപ്പൊ നടക്കുന്നതിന് മുമ്പായിട്ട് മമതാ ബാനർജി എന്താ പറഞ്ഞേ, വഖഫ് ഇത് എന്തിനു വേണ്ടിയാന്ന് കാരണം പരിശോധിക്കുമ്പോൾ വഖഫിനെ ഈ സ്റ്റേറ്റ് മാത്രം അംഗീകരിക്കില്ല, ബംഗാള് മാത്രം അത് എടുക്കൂല, അത് തള്ളി പറഞ്ഞു അവര് ആഹ്വാനം ചെയ്തു. ഇതിന് എങ്ങനെയും പ്രൊട്ടസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഈ ഇതൊക്കെ നടക്കുന്നത് അല്ലെ, തെരുവില്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മമതാ ബാനർജിന്റെ വാക്കുകൾ കേട്ടിട്ട്, മമതാ ബാനർജി പണ്ടുണ്ടായ കോൺഗ്രസിന്റെ കൂടെയാ. പിന്നെ ഇപ്പൊ അവർക്കൊരാവശ്യം വരുമ്പോ അവര് നാളെ BJP ആയി അതൊക്കെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പോവാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഈ മനുഷ്യര് മനസ്സിലാക്കുന്നില്ല. ഈ പറഞ്ഞു കേട്ടിട്ട് ചാടി പുറപ്പെട്ട് എല്ലാ കലാപങ്ങളും കാണാൻ പറ്റുന്നില്ല. മലയാള മാധ്യമങ്ങളൊന്നും ഇത്ര റിപ്പോർട്ട് ചെയ്യുന്നില്ല. തെരുവില് വാഹനങ്ങൾ കത്തിക്കുന്നതും ഹിന്ദു ആൾക്കാരുടെ ഷോപ്പുകളിൽ കയറിയിട്ട് സാധനങ്ങൾ അടിച്ചു മാറ്റുന്നത്, വീടുകൾ ആക്രമിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇതില്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതുപോലെ ടെമ്പിൾസ്, ദുർഗാദേവിയുടെ ബിംബം എടുത്തിട്ട് തല്ലി ചവച്ച്, ഇതൊക്കെ ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ മാത്രമുള്ള മുർഷിദാബാദിൽ ഇത്രയും പറഞ്ഞ് വർഗീയ ലഹളക്ക് ആക്കം കൂട്ടിയ മമതാ ബാനർജി തന്നെയാണ് ഇതിന് ഉത്തരവാദി. ഇപ്പൊ വെസ്റ്റ് ബംഗാളിന് ബോർഡർ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നുള്ള പറഞ്ഞു കിടക്കുന്ന ആ സ്ഥലവും അവര് ഭരിക്കുന്ന, അവർക്ക് ഈ പ്രൊട്ടക്ഷൻ വോട്ട്, മുസ്ലിങ്ങളെ വോട്ട് കിട്ടണം എന്നുള്ള മാത്രം ചിന്തയെ അവർക്കുള്ളൂ. അവർക്ക് അവരുടെ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. ഓരോ കലഹങ്ങളും വയലൻസും ഉണ്ടാക്കി വിടുക എന്നല്ലാതെ അത് കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. എന്ത് വന്നാലും ഇപ്പൊ നാളെ ഒരു ഡോക്ടർ കുട്ടി മരിച്ച് അന്ന് എന്താ ഉണ്ടായേ? അന്നും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. അവിടെ എന്നും ഓരോ കാര്യങ്ങൾ പറയും. പക്ഷെ ഇതിലൊക്കെ വരുന്ന ആരാണ്? ബംഗ്ലാദേശിൽ നിന്ന്. നമുക്ക് ഇവരെ കണ്ടാൽ തിരിച്ചറിയാം. ഇവരെ ഒരു ജിയോഗ്രഫി നോക്കുമ്പോൾ നമുക്ക് ഓരോ നാട്ടിലുള്ള ആൾക്കാരെയും തിരിച്ചറിയാൻ മാത്രമൊക്കെ ബുദ്ധി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്, ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഈ കലാപങ്ങൾ നടക്കുന്നിടത്തുള്ളവരിൽ ഈ ആക്രമിക്കപ്പെടുന്ന ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ, അവരെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി ഇന്ത്യയിലെത്തിയ മുസ്ലിങ്ങളാണ്, ബംഗാളിൽ സ്ഥിരതാമസാക്കിയവരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത് കാലാകാലങ്ങളായി കേട്ടിക്കൊണ്ടിരുന്ന് അവിടെ നിന്നുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒരു ഭാഗത്ത് അവര് രാഷ്ട്രീയം പറയും, ഭരണം നിലനിർത്താം, ഒരു ഭാഗത്ത് അവര് മോദീനെ കുറ്റം പറയും, വഖഫ് ബില്ല്. അപ്പൊ ആദ്യമേ ഈ വഖഫ് മമതാ ബാനർജി മമതാ ബാനർജി ആണെന്നും പറയുന്നിട്ട് എനിക്കറിയില്ല. അപ്പൊ അവരൊക്കെ മനസ്സിലാക്കണ, ഈ മുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വഖഫ് ഇതേപോലെ വഖഫിനെതിരെ ഇതിപ്പോ ഹിന്ദുക്കൾ അവിടുത്തെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ, കോഴിക്കോട് വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം എന്താ നടന്നേ? കോഴിക്കോട് വിമാനത്താവളത്തില് വഖഫിനെതിരെ ഹമാസിന്റെയും ബ്രദർഹുഡിന്റെയും നേതാക്കന്മാരെ ചിത്രം ഉയർത്തിക്കൊണ്ട് ആണ് പ്രൊട്ടസ്റ്റ് നടത്തിയത്. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും അംഗീകരിക്കാത്ത ബ്രദർഹുഡിന്റെ നേതാവിന്റെ ചിത്രമടക്കം കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടന്ന മാർച്ചിൽ അങ്ങനെ ഉയർത്തുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നത്, പ്രത്യേകിച്ചും കേരളം പോകുന്നത് എന്നതടക്കം ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണിപ്പോൾ. അതെ, കേരളം ഇപ്പൊ, കാരണം കശ്മീർ ബംഗാളൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ കേരളം ബംഗാളാണ്. അതിനെ യോജിച്ചിട്ട് ഓരോ കാര്യങ്ങളും അവിടെ ഇത് നടക്കണം. അപ്പത്തേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം വെള്ളിയാഴ്ച ഞങ്ങൾ ആൾക്കാർ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് തുടങ്ങുക. ഏറ്റവും വലിയ സമാധാനം നയിക്കാൻ പള്ളിയിൽ നിന്ന് ആഹ്വാനം ചെയ്യണം. അപ്പൊ ഈ പള്ളിയിൽ നിന്ന് ആഹ്വാനം ചെയ്യാൻ ശ്രമിക്കുമ്പോ സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തിരികെ എത്താം. ഒരു മിനിറ്റ് വന്നു. അപ്പൊ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആഹ്വാനം കൊടുത്തിട്ട് തെരുവിൽ ഇറങ്ങി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന ആൾക്കാര് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ വെറും മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു
സംഗതിയല്ല ഇന്ത്യയെ സംബന്ധിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചും. ഭാരതത്തിന്റെ അഖണ്ഡ ഭാരതത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയ ഒരു രാജ്യങ്ങളെ സംബന്ധിച്ചും മുസ്ലിം രാജ്യം പോലെയല്ല വഖഫ്. അവിടെ മുസ്ലിം രാജ്യങ്ങളിലാണെങ്കിൽ വഖഫ് എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രി തന്നെ ഉണ്ട്. അവര് ഗവൺമെന്റിന്റെ കാര്യങ്ങളും റിലീജിയസ് സാധനങ്ങളും നോക്കാൻ വേണ്ടി. അത് കറക്റ്റ് ആയിട്ട് അത് ഗവൺമെന്റിലേക്കാണ് വരുന്നത്, അവിടുത്തെ ഇതിലേക്കാണ് വരുന്നത്. പക്ഷെ ഇവിടുത്തെ ഇതിൽ നോക്കുമ്പോ നമ്മളെ പഞ്ചാബിൽ ഒരു പള്ളിയുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ മുസ്ലിങ്ങൾ അറിയണം. ഇതൊന്നും അറിയാതെ വഖഫ് മുസ്ലിം, മോദി മുസ്ലിം, മോദി വഖഫ്, ഈ സംഗതി CAA NRC ഇത് പറഞ്ഞ് മുസ്ലിങ്ങളെ ഇപ്പൊ പറയുന്ന എന്താ അറിയോ, അവരെ ആഹ്വാനം കൊടുക്കുന്നത് ബംഗാളിലായാലും കേരളത്തിലായാലും അവരെ ആഹ്വാനം കൊടുക്കുന്നു. അവരെ പള്ളിയിൽ പ്രസംഗിക്കുന്നതും മുസ്ലിങ്ങൾക്ക് മറവ് ചെയ്യാൻ പള്ളി ഇല്ലാതായി പോവും, ഖബർസ്ഥാനം വരെ ഇല്ലാതായി പോവും, വീടില്ലാതായി പോവും, മുസ്ലിങ്ങളുടെ കല്യാണം ഇല്ലാതായി പോവും. അപ്പൊ വഖഫ് ശരീഅത്ത് നിയമത്തിലല്ലാതെ പോയാ വഖഫ് മുസ്ലിങ്ങളെ സ്വത്ത് മുഴുവനും പോകും. മുസ്ലിങ്ങൾ ആർക്കാ നമ്മളെ കയ്യിൽ, മുസ്ലിങ്ങളെ കയ്യിൽ ഞാൻ അറിയണ ആർക്കും നമ്മളെ കുടുംബത്തിലൊന്നും വഖഫിന്റെ പ്രോപ്പർട്ടിയോ അതിന് വരുമാനം എടുക്കുന്നവരോ ഇല്ല. അപ്പൊ അങ്ങനെ സാധാരണ കുടുംബത്തിലൊന്നുമില്ല. വലിയ വലിയ ആൾക്കാര് ഇത് കാലാകാലങ്ങളായിട്ട് വരുന്നത്. ഇപ്പൊ പഞ്ചാബിലെ ഒരു മോറിഷ് മോസ്ക് എന്ന് പറയുന്നത് പഞ്ചാബിലെ അവസാനത്തെ പഞ്ചാബി രാജാവ് കൊടുത്ത സ്ഥലത്തുള്ള പള്ളിയാ. അപ്പൊ ആരാ അത് വഖഫ് ചെയ്തത്? പഞ്ചാബി അല്ലെ? അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും കിടക്കുന്നത്. അപ്പൊ ഈ വഖഫ് ഭൂമി എങ്ങനെ മുസ്ലിങ്ങളെ പ്രോപ്പർട്ടി പോണെന്നാവുന്നത്? അതുപോലെ അക്ബർ രാജാവിന്റെ ലാഹോർ എടുക്കുമ്പോ, പാകിസ്ഥാൻ എടുക്കുമ്പോ അക്ബർ രാജാവിന്റെ രജപുത് ഭാര്യ, രജപുത്ത് മതം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ഡൊണേറ്റ് ചെയ്ത ഇതാണ് ഷായി മസ്ജിദ്. അപ്പൊ ഇതേപോലെ ഒരുപാട് ഹിന്ദുക്കളും ആ കാലഘട്ടത്തില് കല്യാണം കഴിച്ചവരും കെട്ടുബന്ധമുള്ളവരും ഒക്കെ വഖഫ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ത്യയിൽ നടക്കുന്ന വഖഫ് എന്ന് പറയുന്നത്. ഈ വഖഫ് ഭൂമികൾ ഏറ്റെടുത്ത് ഒരാളെടുത്ത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ വഖഫിന് എഴുതി കൊടുത്തു എന്ന് പറയുന്നത്, ഈ ചെയ്യുന്നതിന് കേസ് കൊടുത്ത് എത്രയോ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, മുസ്ലിങ്ങളിൽ തന്നെ മൈനോറിറ്റി ഉണ്ട്. അവരെ വഖഫ് എവിടെ? ഇന്ത്യയിൽ എത്ര 33 തരം മുസ്ലിങ്ങളുണ്ട്. ഇപ്പൊ സുന്നി, ഇപ്പൊ ഈ ബോർഡിൽ തന്നെ ഒരു പ്രത്യേക കാര്യം, ആ കോളത്തിൽ ലാസ്റ്റ് കോളം ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കുക. സെപ്പറേറ്റ് ബോർഡ്സ് ഫോർ ഷിയ, സുന്നി ഇഫ് ഷിയ വഖഫ് ഇസ് ദെയർ, ഓൾസോ അലോസ് ബോറ ആൻഡ് അഖാനി വഖഫ് ബോർഡ്സ്. അപ്പൊ ഇത്രയും ആൾക്കാർക്കും മെജോറിറ്റി ഉണ്ട്. ഈ സുന്നികളെ പോലെ തന്നെ ഈ സുന്നികളെ ബോറ മുസ്ലിംസ്, അഖാനിയിൽ വരുന്നതിൽ 2 തരം മുസ്ലിംസ് ഉണ്ട്. അങ്ങനെയുള്ള പസ്ബന്ദ മുസ്ലിംസ്, ഇങ്ങനെ ഓരോ സംഗതിയിൽ വരുന്ന ബോറ മുസ്ലിംസ്, ഷിയാക്കളിൽ വരുന്ന. അപ്പൊ ഷിയാക്കൾക്കൊന്നും ഇപ്പോ വരുന്നില്ല. ഷിയാക്കൾക്കുള്ള കാണുന്നോടത്ത് വരെ പറയും ഹിന്ദു ആണ്. ഇങ്ങനെ ഈ പറയുന്ന മുസ്ലിങ്ങൾ എവിടെ പോണം എന്നുള്ളത് ചോദിക്കാന് ഇവിടെ ആരുമില്ല. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഈ മുസ്ലിങ്ങളെ പറ്റി ഒന്നും അറിയില്ല. നോർത്ത് ഇന്ത്യ കണ്ട് സഞ്ചരിക്കണം. അപ്പോഴേ എത്ര തരം അതിൽ ബോധപൂർവമായ ഒരു ചർച്ച കൂടിയുണ്ട്. ഈ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ജാതി വിവേചനം നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടെ പറയാൻ പോലും തയ്യാറല്ല ആളുകൾ. ഹിന്ദുമതത്തിൽ മാത്രമേ ജാതി വിവേചനം നിലനിൽക്കുന്നുള്ളൂ എന്ന വാദം മുന്നോട്ട് വെക്കാൻ മാത്രമേ ഇവിടെ ഇടത് വലത് മുന്നണികളെ പിന്താങ്ങുന്ന ആളുകൾക്ക് താല്പര്യമുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, അതൊരു വലിയ രഹസ്യമാണ് അവരെ വെച്ച് കൊടുക്കുന്നത്. ഈ സുന്നി മുസ്ലിംസിന്റെ കൂടെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. പാകിസ്ഥാനിൽ എന്താ സംഭവിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമി സുന്നി ഒന്നാ. അവിടെ എന്താ നടക്കുന്നത്? അഹമ്മദിയ ജമാഅത്ത്, കാദ്യാനി എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ഇന്ത്യയിൽ അവരെ കാദ്യാനി എന്ന് വിളിക്കുന്നത്, അഹമ്മദിയ മുസ്ലിംസ്. അവർക്ക് ആ കാദ്യാനി മുസ്ലിംസ് എത്രയോ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. അവർക്ക് അവരെ വാ തുറന്ന് മിണ്ടാൻ പോലും പേടിയാണ് ഈ സുന്നികളോടും ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരും. കൊന്നു കളയുന്ന പറയുന്നത്. അപ്പൊ ഈ മുസ്ലിംസ് അവിടെ പോണം. അപ്പൊ ആരാണ് യഥാർത്ഥ മുസ്ലിം എന്നൊന്ന് ആദ്യം ഇവരെന്നെ തീരുമാനിക്കുക. എന്നിട്ട് വേണം വെള്ളിയാഴ്ച ഇറങ്ങിയിട്ട് പിന്നെ യഹിയ സിൽവാറിന്റെയും മറ്റേതും ബ്രദർഹുഡിന്റെ നേതാവിന്റെയൊക്കെ ഇതെല്ലാം എന്നെ നീലിമ ഇന്ന് അറിയാൻ പറ്റിയൊരു കാര്യം. ഇന്നലെ തൊട്ടാണ് അതിന്റെ കാര്യങ്ങളിലേക്ക് കടന്നത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നടത്തിയ ഈ വഖഫിനെതിരെ നടത്തിയതിലുള്ള ആരൊക്കെയാണോ ഈ ഫോട്ടോകൾ പിടിച്ച് അതിനെതിരെ ഇതാക്കിയ എല്ലാ ലിസ്റ്റും സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ NIA കൈമാറിയിട്ടുണ്ട്.